പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ക്ഷേമ പെൻഷൻ നേരത്തെ എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കിയതിന് ശേഷം എല്ലാവർക്കും അത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. മുൻപ് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതാത് മാസത്തെ തുക അതാത് മാസങ്ങളിൽ തന്നെ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പെൻഷൻ ആനുകൂല്യം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ നമുക്ക് ഈ മാസത്തെ, അതായത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും വീഡിയോയിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിൽ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത സമയത്ത് കുറച്ച് ഡിലേ വന്നിരുന്നു. മാസ അവസാനത്തോടു കൂടിയാണ് തുക നമുക്ക് ലഭിച്ചത്. മാത്രമല്ല, ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള തുക പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്ന ഒരു കാര്യം കൂടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 14,500 കോടി രൂപ ഒറ്റയടിക്ക് തന്നെ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ തുക കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മാസം മുതൽ തുക നേരത്തെ തന്നെ എത്തുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ ഇനി ഉടനെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തുക നേരത്തെ, അതായത് 20-ാം തീയതിക്ക് മുമ്പേ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ 20-ാം തീയതി കഴിയുമ്പോഴാണ് തുക ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു മാസം മുതൽ ഇനി അങ്ങോട്ടുള്ള ഇലക്ഷന് മുമ്പ് വരെയുള്ള സമയത്ത് നേരത്തെ തന്നെ തുക എത്തിക്കുവാനുള്ള നടപടി ഉണ്ടാകും. മാത്രവുമല്ല, ഏറ്റവും കുറഞ്ഞ പക്ഷം ക്ഷേമ പെൻഷൻ തുക ഒരു ചെറിയ ഗഡുവെങ്കിലും വർദ്ധിപ്പിക്കാൻ, ഒരു ചെറിയ തുകയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിയും ആലോചിക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ മുൻപ് തന്നെ വന്നിരുന്നതാണ്. ഇതിലേക്ക് കൂടുതൽ നടപടികൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് നമുക്കറിയാം ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാത്രവുമല്ല, വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക ബഡ്ജറ്റ് വരെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ദീർഘമായി ആലോചിച്ച് വരികയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക്, വയോജനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക സാമ്പത്തിക സഹായങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ്. മാത്രവുമല്ല, വയോജനങ്ങൾക്കായി പ്രത്യേകമായിട്ടുള്ള ബഡ്ജറ്റ് വരുന്നു ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ സംസ്ഥാന ധനകാര്യ ബഡ്ജറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാൽ തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം, ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത് ഇലക്ഷൻ്റെ സമയത്ത് ആണ് എന്നുള്ളത് ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇത് കൂടാതെ നമ്മുടെ കെട്ടിട തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വലിയ രീതിയിൽ തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. ആ ഒരു തുക എത്രയും പെട്ടെന്ന് കൊടുക്കുവാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരികയാണ്. അത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക.